ഹമാസിന് പുതിയ മേധാവി. ഇസുദ്ദീൻ അൽ ഹദാദാണ് ഹമാസിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത്. ജെറുസലേം പോസ്റ്റാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഏതാണ്ടെല്ലാ മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് സിൻവറാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹമാസ് നേതാവ്. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവർ. 2024 ഹമാസിന് മുതിർന്ന നേതാക്കളായ മുഹമ്മദ് ദെയ്ഫിനെയും യഹിയ സിൻവറിനെയും നഷ്ടമായിരുന്നു. തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസിൻ്റെ തലപ്പത്തെത്തിയത്. എന്നാൽ വൈകാതെ മുഹമ്മദ് സിൻവാറും കൊല്ലപ്പെട്ടു. ദീർഘകാലമായി ഹമാസിൻ്റെ മിലിറ്ററി കൗൺസിൽ അംഗമാണ് അൽ ഹദാദ്. നിലവിൽ ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന കമാൻഡറാണ് അദ്ദേഹം. യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അൽ ഹദാദ് വളരെ കാലമായി ഹമാസിൻ്റെ മിലിറ്ററി കൗൺസിലിൽ അംഗമാണ്. 2021 മുതൽ ഗാസ നഗരത്തിലെ ഈസ് അൽ ദിൻ അൽ ഹസാം ബ്രിഗേഡുകളെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. 2023 നവംബർ വരെ ഇത് തുടർന്നു. ഹമാസിൻ്റെ വടക്കൻ ഗാസ ബ്രിഗേഡിൻ്റെ കമാൻഡറുമായിരുന്നു. ഗസയിലെ 5 ബ്രിഗേഡ് കമാൻഡർമാരിൽ ജീവിച്ചിരിക്കുന്ന ഏക അംഗമാണ് അൽ ഹദാദ് എന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹമാസിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ അവശേഷിക്കുന്ന ഏറ്റവും മുതിർന്ന വ്യക്തിയുമാണ് അദ്ദേഹം. 2013 ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ പരിസരത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരുന്നു. ഹമാസിൻ്റെ റഫ ബ്രിഗേഡിൻ്റെ കമാൻഡർ മുഹമ്മദ് ഷബാനയും സൗത്ത് ഖാൻ യൂനിസ് ബറ്റാലിയനെ നയിച്ച മഹ്ദി ഖ്വാറയും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് പ്രഖ്യാപിച്ചത്. മെയ് 14 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായി പരിക്കേറ്റതായി വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇയാൾ മരിച്ചുവോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് സിൻവാർ മരിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ താഴെ പ്രത്യേകം നിർമ്മിച്ച ഭൂഗർഭ നിലയത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ അടക്കമുള്ളവരുടെ താവളമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. അതിസങ്കീർണമായ തുരങ്കപാതകൾ പിന്നിട്ടാലാണ് കേന്ദ്രത്തിലേക്ക് എത്തുക. ഭൂഗർഭ കേന്ദ്രത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കി വെറും 30 സെക്കൻഡുകളെടുത്ത് 50 ബോംബുകൾ വർഷിച്ചു. സാധാരണക്കാർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് അതിസൂക്ഷ്മമായി ഭീകരരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി, ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ്, ഇസ്രായേൽ എയർഫോഴ്സ് എന്നിവരുടെ സംയുക്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി മുഹമ്മദ് സിൻവാറിനെ വധിക്കാനായതെന്നാണ് IDF പറയുന്നത്. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവറിൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരകൻ യഹിയ സിൻവാർ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ 2024 ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസിൻ്റെ പിൻഗാമിയായി യഹിയെ അവരോധിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17 നടന്ന ഏറ്റുമുട്ടലിലാണ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. യഹിയ സിൻവാറിൻ്റെ അവസാന നിമിഷത്തിൻ്റെ ഡ്രോൺ വീഡിയോ IDF പുറത്തുവിട്ടിരുന്നു. തകർന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ യഹിയ ഇരിക്കുന്നതും കണ്ണുമാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണി കൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. കെട്ടിടത്തിൻ്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് യഹിയ സിൻവർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്.